ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബിക്നി ഏരിയാസിൽ വരുന്ന ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ടാണ്. അതെങ്ങനെ മാറ്റാം, എന്തുകൊണ്ട് വരുന്നു എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് ആ ബിക്നി ഏരിയാസിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ പറയട്ടെ, ബിക്നി ഹൈപ്പർ പിഗ്മെന്റേഷൻ ശരിക്കും നോർമലാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ സ്കിൻ ഓഫ് കളറിൽ അണ്ടറിലുള്ള സ്ത്രീകൾക്ക് ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ നോർമൽ ആണ്. എല്ലാവർക്കും വൈറ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇരിക്കാൻ പോകില്ല. അത് നോർമൽ സിറ്റുവേഷൻ ആണ്, അത് ആദ്യം മനസ്സിലാക്കാം. പക്ഷേ ഈ സിറ്റുവേഷൻ വേഴ്സ് ആവും എപ്പോഴാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ പ്യൂബർട്ടിയിലേക്ക് സമയത്ത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഒന്ന് ട്രിഗർ ആവും. ആ സമയങ്ങളിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് വരും. പിന്നെ അടുത്ത സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഇൻഗ്രോൺ ഹെയർ, അതായത് നമ്മളിപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഷേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് അകത്തോട്ട് വന്നിട്ട് അങ്ങനത്തെ കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര റഫായിട്ടൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ഹെയർസിനെ ഒന്ന് സോഫ്റ്റ് ആക്കാതെയൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡാർക്ക്നെസ് വരും. കാരണം നമ്മൾ അവിടെ ഇൻഫ്ലമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് കാരണം വരാം. ഹോട്ട് വാക്സ് നല്ലതാന്ന് പറയും എക്സ്പേർട്സ്, പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ പറയും അങ്ങനത്തെ ഹോട്ട് വാക്സ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷേവിങ് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, ആ ഹെയറിനെ ഒന്ന് സോഫ്റ്റ് ആക്കുക. ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഷേവിംഗ് ക്രീംസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഹെയർ സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഷേവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഫ്രാഗ്രൻസ് പ്രൊഡക്ട്സ്, പി എച്ച് ബാലൻസ്, വൈറ്റമിൻ വാഷ് ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള ആൽക്കഹോൾ കാണും, ഫ്രാഗ്രൻസ് ആണ്, എസെൻഷ്യൽ ഓയിൽ കാണും. ഇപ്പൊ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഞാൻ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന്. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ലോങ് പീരീഡിൽ തരും. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ആ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ, നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഹോർമോണൽ ചേഞ്ച് കാരണം വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പിഗ്മെന്റേഷൻ മാറുകയും ചെയ്യും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒബിസിറ്റി, ഡയബറ്റിക് മെലിറ്റസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാർക്ക്നെസ് അല്ലായിരിക്കും, ഒരു വെൽവെറ്റി ടെക്സ്ചർ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ട് എടുക്കണില്ല. അപ്പം അത് കാരണം വരാനുള്ള ചാൻസ് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ തെറ്റിദ്ധരിയും. ഒരു വെൽവെറ്റി ടെക്സ്റ്റ് ആണെങ്കിൽ അതൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല. അടുത്ത റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന അണ്ടർ ഗാർമെന്റ്സ് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ വരും. ആ ഫ്രിക്ഷൻ കാരണം നമുക്ക് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്ന തൈസിന്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ടെന്നീസ് ഷോർട്സ് പോലെയുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നോർമലിനേക്കാൾ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ പറ്റും. സമ്മർ സീസണിൽ ആ സമ്മർ സീസണിൽ സ്വെറ്റിങ്ങിന്റെ ആ റാഷസ് കാരണവും നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അപ്പൊ പോലും നമ്മൾ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഇതൊക്കെയാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതിന്റെ കുറെ റീസൺസ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെ റീസൺ, ഈ റീസൺ കാരണം എങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് അത് എത്തുമെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ നമുക്ക് ഈ ഒരു സ്കിന്നിന് കളർ, അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന് കളറൊക്കെ തരുന്ന മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ കാരണം നമ്മുടെ സ്കിന്നിന് ഒരു ട്രിഗർ വന്നാൽ അപ്പൊ തന്നെ ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈമിന്റെ പണി എന്താണെന്ന് വെച്ചാൽ, മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യലാണ്. അപ്പൊ ഈ ടൈറോസിനേസ് ഇൻഫ്ലമേഷൻ വരും, ടൈറോസിനേസ് വരും, മെലാനിൻ വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ഈ ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിന് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ തടയുകയായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ, ഇത് നമുക്കറിയാം, നമ്മുടെ പിബിക് ഏരിയയിലെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. സോ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ആക്ടീവ്സ് ഒന്നും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ആക്ടീവ്സ് ഒന്നും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നോർമലി നമ്മുടെ ഫേസിൽ സ്കിന്നിൽ പോലും ഇടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ വരും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസുകൾ ഒന്നും, അല്ലെങ്കിൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ പ്യൂബിക് ഹെയർ, നമ്മുടെ ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ മാത്രമേ യൂസ് ചെയ്യണം. അകത്തോട്ട് ഹെയർ വരുന്ന ഭാഗങ്ങളിൽ മാത്രം, അതിനകത്തോട്ട് മ്യൂക്കോസ കവർ ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആ ഒരു ഏരിയയിലോട്ട് ഒരിക്കലും കൊണ്ടുപോയി യൂസ് ചെയ്ത്. കാരണം അവിടുത്തെ സ്കിന്നും ഇവിടുത്തെ സ്കിന്നും നല്ല വ്യത്യാസമുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി പണി കിട്ടും. ഇതൊക്കെ ഞാൻ പറയാനുള്ളതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ നോർമലാണ്. പക്ഷേ കല്യാണം കഴിക്കുന്ന സമയമാകുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിബർട്ടിൽ ഇത് കൂടുതൽ വരുമ്പോൾ നമ്മൾ അതിന്റെ രീതിയിൽ പാനിക് ആകുമ്പോഴത്തേക്ക്, അങ്ങനെ കുറെ റീസൺസ് കാരണം നമ്മൾ കോൺഷ്യസ് ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ, ഐഡിയൽ സ്ട്രക്ചർ നമ്മുടെ സ്കിന്നിൽ ബോഡിയിലൊന്നും ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നുകൂടാ. നമ്മളൊരു ജനറലൈസ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യമാണ്. അതിന്റെ കൂടെ കല്യാണം വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെതായ
മൈൽഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സും നമ്മൾ കുറച്ചുകൂടെ സ്കിന്നും ബോഡിയും ഒക്കെ നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങും. ആ ഏരിയയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റീസ് തരും. അതുകൊണ്ട് നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതിന് മാർക്കറ്റ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കും. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസിൽ യൂസ് ചെയ്താൽ പോയി നമുക്ക് ഇൻഫ്ലമേഷനും ഇറിറ്റേഷനും ഒക്കെ ഒരുപാട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കരുത്. ഇനി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ലെസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. മാത്രമല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ യൂസ് ചെയ്യണം. തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് തന്നെ ഇറിറ്റേഷൻ കുറച്ച് യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കറിയാം അവിടുത്തെ ഡെലിക്കേറ്റഡ് സ്കിന്നാണ്, വേറെ ഇറിറ്റേഷൻ ഒന്നും വരാൻ പാടില്ല. ഇറിറ്റേഷൻ വന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടും. പിന്നെ ഓൾറെഡി നമുക്കറിയാം അവിടെ ഇൻഫ്ലമേഷൻ വന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നത്. അപ്പൊ ആ ഇൻഫ്ലമേഷൻ നമ്മൾ എപ്പോഴും ഒന്ന് സബ്ഡ്യൂ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ നമ്മൾ ഗ്ലൈക്കോ-6, ഗ്ലൈക്കോ-12 എന്നൊക്കെ പറയുന്ന ക്രീംസ് നമുക്ക് ആ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അണ്ടർആർമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ കമന്റ് ബോക്സിലൊക്കെ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും അണ്ടർആർമിന്റെ ഏരിയയിൽ ഗ്ലൈക്കോ-6 യൂസ് ചെയ്തിട്ട് കിടക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരും. കാരണം ആ ഒരു ഫോൾഡിങ്സിന്റെ ഒക്കെ ഇടയിലോട്ട് ഇത് കയറി ഇരുന്നിട്ട് സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ വിയർപ്പ് കാരണം നമുക്ക് ഇറിറ്റേഷൻ വരും. ഇങ്ങനെയുള്ള ഇത്രയും ഗ്ലൈക്കോ-6 എന്നൊക്കെ പറയുമ്പോൾ ഗ്ലൈക്കോ-12 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഹൈ കോൺസെൻട്രേഷൻ ആക്റ്റീവ് എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആണ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ. അപ്പൊ അത് നമ്മൾ നമ്മുടെ അത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലോട്ട് അപ്പോഴത്തെ ഒരു ആവേശത്തിന് പുറത്തിടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതൊന്നും യൂസ് ചെയ്യരുത്. ഇനി ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസലിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നയാസിനമൈഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നയാസിനമൈഡ് ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റുന്നതാണ്, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോജിക് ആസിഡിന്റെ വീക്കസ്റ്റ് ഫോം ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൽഫ ആർബിട്രിൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ 4 സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആന്റി ഇൻഫ്ലമേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് സെറമൈഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ലാക്ടിക് ആസിഡ് ഇറിറ്റേഷൻ ആണ്, നമുക്ക് ലാക്ടിക് ആസിഡ് ചെറിയ എക്സ്ഫോളിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹ്യൂമക്റ്റന്റ്, ഇമോളിയന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ തടയും, അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഞാൻ ബേസിക്കലി നമ്മൾ ചെയ്യാനുള്ള ഒരു ഇത് പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഷവർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ രാവിലെയാണ് ഷവർ ചെയ്യുന്നതെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഷവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നയാസിനമൈഡ് സെറം ഇല്ലേ, അത് 10% ഐഡിയൽ ആണ്. നിങ്ങൾക്ക് 10% യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 5% നമ്മുടെ ഡെർമക്കോയിലുണ്ട്, പ്ലമ്മിലുണ്ട്, അതുപോലെ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, സുഗന്ധയിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു 5% നയാസിനമൈഡ് സെറം എടുക്കുക. ഡീകൺസ്ട്രക്റ്റിലുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 5% നയാസിനമൈഡ് സെറം എടുക്കുക. അതിൻ്റെ കൂടെ അസലിക് ആസിഡ് എടുക്കുക. അസലിക് ആസിഡ് 2% മതി, അതിൻ്റെ മുകളിലോട്ടുള്ളത് വേണ്ട. അത് ഏതായാലും ഒരു അസലിക് ആസിഡ് 2% വാങ്ങിച്ച് യൂസ് ചെയ്യാം. അതിന് മുകളിൽ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നമുക്ക് ഒരു അലോവേര ജെൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മോർണിംഗിലും വൈകിട്ടും ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം കാണും. പക്ഷേ ഇത് ഓവർനൈറ്റ് മാജിക് ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. പിന്നെ ഭയങ്കരമായിട്ട് അവിടെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോർമലി ഉള്ളതിനേക്കാളും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ മിനിമം 3 to 4 months എങ്കിലും നമുക്ക് എടുക്കും. പിന്നെ നിങ്ങൾക്ക് വീക്കിലി വേണമെങ്കിൽ അവിടെ എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഫിസിക്കൽ സ്ക്രബ് യൂസ് ചെയ്യരുത്, കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ടോണേഴ്സ് ആണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ടോണർ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ PHA ടോണർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 8 BHA ടോണർ വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. അതിന്റെ മുകളിൽ അലോവേര ജെല്ല് ഇടുക. ഇത്രേ പാടുള്ളൂ. ഇനി ഞാൻ അലോവേര ജെല്ല്, ടോണർ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഈ സർഫസ്, ഞാൻ പറയുന്നത് നമ്മുടെ ബിക്കിനി ഏരിയയുടെ ടോപ്പ് മോസ്റ്റ് പാർട്ടിലാണ്, ഫോൾഡിന്റെ അങ്ങോട്ട് പോകരുത്. മുകളിലത്തെ ഭാഗത്ത് മാത്രം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മുകളിലെ ഏരിയയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അടിയിലോട്ടൊന്നും യൂസ് ചെയ്ത്, കാരണം അവിടുത്തെ സ്കിൻ ഭയങ്കര വ്യത്യാസമുള്ളതാണ്. നമുക്കറിയാം അവിടുത്തെ സ്കിൻ വ്യത്യാസമുള്ളതാണ്. സോ അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഇനി ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഉള്ളതേ യൂസ് ചെയ്യാവുള്ളൂ. ഏതെങ്കിലും ഒരു ഷേവിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് അവിടെ ഷേവ് ചെയ്യാവുള്ളൂ. ഒറ്റ സ്ട്രോക്കിൽ ഷേവ് ചെയ്യുക, അവിടെ റിപ്പീറ്റ് സ്ട്രോക്ക് ചെയ്യരുത്. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ വന്നാലും ആ ഒരു ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ കൊടുക്കരുത്. ഇനി അടുത്ത പറയാനുള്ളത്, മാർക്കറ്റിൽ ഇഷ്ടം കണക്ക് സ്കിൻ വൈറ്റനിങ് ക്രീംസ് അവൈലബിൾ ആണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ടീനേജ് ആയിട്ടുള്ള മക്കളോടും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടുമാണ്. ആ ഏരിയയിൽ ബ്ലാക്ക്നെസ് നോർമലി ഉള്ളത് നോർമലാണ്.
അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അല്ലാതെ നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോർമലാണ്. കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയതിൻ്റെ ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടായതിൻ്റെ പ്രശ്നം കാരണം നമ്മളെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒന്നും വാങ്ങിച്ച് അവിടെ തേക്കരുത്. കാരണം എനിക്ക് ഒരുപാട് DMs കമന്റ് ബോക്സിലും ഒക്കെ വന്ന് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അവിടെ എൻ്റെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തോട്ടുണ്ട്. നമ്മുടെ മുഖത്ത് പോലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനം, അത്രയും ഹെയർ കോൺസെൻട്രേഷൻ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും, കരിഞ്ഞു പോകും. ടു ബി ഫ്രാങ്ക് കരിഞ്ഞു പോകും. അതിന് അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. പിന്നെ ഇതൊന്നും ഒരു ഇൻസെക്യൂരിറ്റിയുടെ റീസൺസ് അല്ല. എല്ലാ സ്ത്രീകൾക്കും, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുള്ള ഭൂരിഭാഗം സ്ത്രീകൾക്കും 90% സ്ത്രീകൾക്കും ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ ജെയിനിൽ ഉള്ളതാണ്, നമ്മുടെ ജെനറ്റിക്സിൽ ഉള്ളതാണ്, നമ്മുടെ സ്കിൻ ഓഫ് കളറിന്റെ അണ്ടറിലുള്ള ആൾക്കാരാണ്. നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കട്ട് മാർക്സും ഒക്കെ വരും. അത് വീണതിന്റെ പാടമൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ജീവിച്ചതിൻ്റെയൊക്കെ ഓരോ തെളിവുകളാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് മുറിഞ്ഞ് വീഴ് പാടുണ്ടെങ്കിൽ അത് മാറ്റുന്നേ കുഴപ്പമില്ല. പക്ഷെ ആ മുറിവ് നമുക്ക് ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറാൻ പാടില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഇന്റിമേറ്റ് ഏരിയാസിലെ ഹൈപ്പർ പിഗ്മെന്റേഷൻസും കളർ ചേഞ്ചും ഒക്കെ. അത് നോർമലാണ്. അത് ഈ ഒരു ഇൻഫ്ലമേഷൻ കാരണമോ ഇൻഗ്രോൺ ഹെയർ കാരണമാണ് വന്നെങ്കിൽ നമുക്ക് മാറ്റാം. ഒരു ചേഞ്ച് ഉണ്ടാവും അവിടെ. അല്ലാണ്ട് ഒരു മാജിക്കലായിട്ട് വൈറ്റ് കളർ വൈറ്റിഷ് സാധനമൊന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു കമ്പനീസിന്റെ പേര് പറയാത്തതെന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ ഫേസിന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള സെറംസ് ആണ്. ഞാൻ ജസ്റ്റ് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ മാറ്റാം എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനുള്ള കാര്യം, വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ അതൊക്കെ ഒരു പാർട്ട് ഓഫ് അവർ ബോഡിയാണ്. അതുകൊണ്ട് അതിന് അത്രയും കോൺഷ്യസ്നെസ് കൊടുക്കണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആസ് ലോങ് ആസ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് തരുന്നില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണമല്ല അത് ഉണ്ടാവുന്നത്, നോർമലി പിബേർട്ടി കാരണമാണ് ഉണ്ടാവുന്നത്. അത് ഒരുപാട് എക്സസീവ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറായിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഓവറായിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ഞാൻ പറയാനുള്ള കാരണം, സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിക്കിനി ഏരിയയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്തുകൊണ്ട് വരുന്നു, അത് നോർമൽ ആണോ, അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും ഞാൻ വരും. എന്തെങ്കിലും ഡോട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുക. ചിൽഡ്രൻസ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.